അങ്ങനെ വിശ്വാസം തെളിയിക്കുന്നതിലും വിജയ് നിർണായക ഘടകം തന്നെയായി തമിഴ്നാട്ടിൽ മാറിയെന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വാർത്ത കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതായത് കേവലം 117 പേരുടെ പിന്തുണ മാത്രം മതിയായിരുന്നിട്ടും വിജയെ സംബന്ധിച്ച് തങ്ങളുടെ 120 പേർ എന്നതിലുപരി 24 പേരുടെ അധിക പിന്തുണ, ഏകദേശം 25 പേരുടെ അധിക പിന്തുണ തന്നെയാണ് വിജയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. 144 പേരുടെ പിന്തുണയാണ് വിശ്വാസ വോട്ടെടുപ്പിൽ വിജയ്ക്ക് ലഭ്യമായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തമിഴ്നാട് ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു ഷിഫ്റ്റ്, അത് പുതിയൊരു കക്ഷിയിലേക്ക് 2 വർഷം മാത്രം പ്രായമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇത്രയധികം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എംഎൽഎമാരടക്കം മുഴുവനെ ഇപ്പുറത്തേക്ക് ചായുന്ന ഒരു കാഴ്ച. അതിൽ ഭരണപക്ഷത്തെ പിളർത്താൻ സാധിക്കുമെന്ന് നേരത്തെ ADMK സ്വപ്നം കണ്ടിരുന്നുവെങ്കിലും DMK അല്ല പിളർന്നത്. പകരം എടപ്പാടി പളനിസ്വാമിയുടെ തട്ടകം തന്നെയാണ് പിളർന്ന് രണ്ടായി മാറിയിരിക്കുന്നത്. ഏകദേശം 25ഓളം വരുന്ന MLA-മാരാണ്, വിമത MLA-മാരാണ് വിജയെ പിന്തുണച്ചുകൊണ്ട് ഭരണപക്ഷത്തോടൊപ്പം നിലകൊള്ളുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ADMK-യെ പിളർത്തിയിരിക്കുന്നത്. ഒരു പടുകൂറ്റൻ തോൽവി തന്നെയാണ് ADMK-യെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. അതേസമയം DMK ആകട്ടെ ഏറെ അസ്വസ്ഥരാണ്. ഉദയനിധി സ്റ്റാലിൻ അടക്കമുള്ളവർ ഈ വിശ്വാസ വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച കണ്ടിരിക്കുന്നു. നിലവിൽ എടപ്പാടി പളനിസ്വാമിയെ സംബന്ധിച്ച് കേവലം 22 പേരിലേക്ക്, 22 MLA-മാരിലേക്ക് മാത്രം ഒതുങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഷൺമുഖം അടക്കമുള്ള MLA-മാർ അങ്ങനെ മറുഭാഗത്തേക്ക് ചാടിയതും മറുകണ്ഠം ചാടിയതുമൊക്കെ ADMK-യെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു. വിജയെ സംബന്ധിച്ച് ഇനി 6 മാസത്തേക്ക് ഭരണ പ്രതിസന്ധി എന്നൊരു വാക്ക് പോലും ഉച്ചരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. 6 മാസത്തേക്ക് വളരെ സുരക്ഷിതമായി തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനായി വിജയ്ക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു വിശ്വാസ വോട്ടെടുപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സർക്കാരിന്റെ നിലനിൽപ്പിനെ പറ്റി വലിയ ചോദ്യങ്ങൾ ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ടിരുന്നു. ഗവർണർ അടക്കം ചൂണ്ടിക്കാട്ടിയത് ആ ഒരു പ്രശ്നമായിരുന്നുവെങ്കിൽ ഇനി അങ്ങനെ ഒന്നും നിലനിൽക്കുന്നില്ല എന്നുള്ള വ്യക്തമായ ചിത്രം നൽകിക്കൊണ്ട് തന്നെയാണ് വിജയ് ഭരണത്തിലേറിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായി സാധിക്കും. ഭരണപക്ഷത്തെ ഏത് വിധേനയും അട്ടിമറിക്കുക എന്നുള്ള ഒരു കരുനീക്കമായിരുന്നു നിലവിൽ ADMK-യുടെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ പോലും തങ്ങളുടെ പാളയത്തിന് ഉണ്ടാകുന്ന ഈ ചോർച്ച, ഈ വിട്ടുപോകൽ, ഇത് നേരത്തെ തിരിച്ചറിയാനായി പളനിസ്വാമിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മ. അതുതന്നെയാണ് ADMK-യുടെ ഒരു പതനത്തിലേക്ക് ഇപ്പോൾ നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം മറുഭാഗത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, പുതുമുഖമായിട്ട് പോലും വിജയെ സംബന്ധിച്ച് രാഷ്ട്രീയ പരിജ്ഞാനത്തിൽ എത്രത്തോളം പിന്നിലാണ് വിജയ് എന്നുള്ള പരാമർശം അടക്കം ഉയർത്തിയിട്ടുള്ള പളനിസ്വാമിയെ സംബന്ധിച്ച് വിജയ് നല്ലൊരു രാഷ്ട്ര തന്ത്രജ്ഞൻ കൂടിയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാതെ പോയിരിക്കുന്നു. അതിൻ്റെ ഒരു തിരിച്ചടി കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത്. വിജയെ സംബന്ധിച്ച് തൻ്റെ രാഷ്ട്രീയ കളരിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തേരോട്ടം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു സംശയവുമില്ലാതെ പറയാനായി സാധിക്കുന്നുണ്ട്. ഏറ്റവും അധികം രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുന്ന മറ്റൊരു വിഷയം, ഉദയനിധി സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ DMK അംഗങ്ങളൊന്നും തന്നെ ഇതിൽ പങ്കെടുക്കാതെ വിട്ടുപോയ ഒരു കാഴ്ച കൂടിയാണ്. 5 MLA-മാർ ഒരു പക്ഷത്തോടും ചേരാതെ വിട്ടുനിൽക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. പ്രതിപക്ഷത്തിൻ്റെ വോട്ടുകളൊക്കെ തന്നെ ഭിന്നിച്ചു പോകുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. 144 വോട്ടുകളെന്ന ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും സേഫായ ഒരു മേഖലയിലേക്ക് തന്നെയാണ് വിജയ് കടന്നിരിക്കുന്നത്. 6 മാസത്തേക്ക് ഒരു തരത്തിലുള്ള ഭീഷണികളും വിജയ് ഏശില്ല എന്നുള്ള കാര്യം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് നിസ്സംശയം പറയാനായി സാധിക്കും. ഭരണത്തിലേറി തൊട്ടു പിന്നാലെ പ്രധാനപ്പെട്ട 3 ബില്ലുകളിൽ ഒപ്പുവെച്ചു. വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും സങ്കീർണമായിട്ടുള്ള, പ്രത്യേകിച്ച് DMK-യെ സംബന്ധിച്ച് അവരുടെ ഒരു വരുമാന സ്രോതസ്സടക്കം പ്രതിപക്ഷം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ടാസ്മാക്കുകൾ പൊട്ടിച്ചതിലൂടെ, 700-ലധികം ടാസ്മാക്കുകൾ പൊട്ടിച്ചതിലൂടെ ശക്തമായൊരു സന്ദേശം തന്നെയാണ് സമൂഹത്തിന് നൽകുന്നത്. അതോടൊപ്പം തന്നെ താൻ നൽകിയ വാക്ക് അത് നിറവേറ്റുന്നതിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്നുള്ള ഉറപ്പ് കൂടി, അത് പെൺമക്കൾക്കായിരുന്നാലും അമ്മമാർക്കായിരുന്നാലും സഹോദരിമാർക്കായിരുന്നാലും ഒക്കെ വിജയ് ഉറപ്പ് നൽകുന്നുവെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതിനുള്ള കൃത്യമായൊരു നേർരേഖ കൂടിയാണ് വിജയ് നടത്തിയിരിക്കുന്ന ഈ തീരുമാനം. പ്രത്യേകിച്ചും ദ്രാവിഡ രാഷ്ട്രീയത്തിലെ അധികായന്മാർ അറിയപ്പെടുന്ന പളനിസ്വാമിയെ സംബന്ധിച്ചും അതുപോലെ ഉദയനിധി സ്റ്റാലിനെ സംബന്ധിച്ചും ഒക്കെ തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു പുതിയ രാഷ്ട്രീയം തന്നെയാണ് വിജയ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വിജയെ സംബന്ധിച്ച് രാഷ്ട്രീയപരമായിട്ടുള്ള ആദ്യ കടമ്പ വളരെ ഭംഗിയായി തന്നെ, വളരെ വിജയകരമായി തന്നെ പിന്നിട്ട ഒരാശ്വാസം കൂടി ഈ ഒരു സാഹചര്യത്തിലുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ പുതിയൊരു ചുവടുവയ്പ് തന്നെയാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത്. തമിഴ് രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു ഭാവി കൂടി ഇവിടെ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഈ സാഹചര്യങ്ങളെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂറുമാറിയ MLA-മാർക്കെതിരെയുള്ള നടപടികൾ അടക്കം ഒരുപക്ഷെ ഉയർന്നേക്കുമെന്നുള്ളത് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും പ്രതിപക്ഷ നിരയിലെ ചിന്തകളും ഒക്കെ തന്നെ തമിഴ് രാഷ്ട്രീയത്തെ ഏറെ കലുഷിതമാക്കുകയും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവാദങ്ങൾക്ക്, ചർച്ചകൾക്ക് വഴി തുറക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.